വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അറബികളുടെ ട്രഡീഷണൽ ഡെസേർട്ടായ കുനാഫ ആണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. ഒത്തിരി പേര് ട്രൈ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പിന്നെ ഇത് കഴിച്ച ഒത്തിരി പേരുണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ടാണ്. നമ്മുടെ പ്രവാസികൾക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള റൈറ്റാണ്. നമ്മൾ മന്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുനാഫ കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ പോലെയാണ്. നമ്മുടെ സദ്യ കഴിച്ചിട്ട് നമുക്ക് പായസം കിട്ടാണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു ഫീലില്ലേ, അതുപോലെയാണ്. അപ്പം ഞാനിത് എങ്ങനെയൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി, പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഞാനിവിടെ 250 ഗ്രാമിൻ്റെ കുനാഫ ഡോ എടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്കിതിനൊന്ന് നേരെ പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു 125 ഗ്രാമിൻ്റെ 2 പോർഷൻസ് ആക്കിയിട്ട് മാറ്റാം. പിന്നെ ഇത് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിന്നായിട്ടുള്ള പെർമിസലി കിട്ടുമെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം 125 ഗ്രാമിൻ്റെ 2 പോർഷൻസ് ആയിട്ടുണ്ട്. ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. ബാക്കിയുള്ള 125 ഗ്രാം കുനാഫ ഡോ ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പോവാണ്. ലോങ് ആയിട്ടുള്ള സ്ട്രൈപ്സ് ആയിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഇതിനെ നമുക്ക് കുഞ്ഞതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ചെറിയ പീസസ് ആക്കിയിട്ട് മാറ്റണം കേട്ടോ. ഇത്ര നീളത്തിൽ നമുക്ക് വേണ്ട ഇതിന്. അപ്പം ഇത് മൊത്തമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിനൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമ്മളിപ്പം 125 ഗ്രാം കുനാഫ ഡോ ആണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 50 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പോവുകയാണ്. ഇനി 1/4 കിലോ ആണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ 100 ഗ്രാമിൻ്റെ ഒരു ടാപ്പ് ബട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട ക്രീം ഫില്ലിങ് നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രീം ഇല്ല എന്നാണെങ്കിൽ പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ കുറച്ചൊന്ന് തിക്കായിട്ട് റിച്ചായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം 1 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. കുക്കിംഗ് ക്രീമാണിത്. ഫ്രഷ് ക്രീം ആയാലും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ്ചർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കസ്റ്റർഡൊക്കെ കുറുക്കിയെടുക്കില്ല, അതുപോലെ ഇതിനൊന്ന് കുറുക്കിയെടുക്കണം. നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈയിളക്കാതെ തുടരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുനാഫയുടെ ഫില്ലിങ്. നല്ലൊരു ക്രീം ഫില്ലിംഗ് ആണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നിലാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു 1/2 kgയുടെ ഒരു കേക്ക് ടിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സൈസിലുള്ള നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നന്നായിട്ട് ബട്ടർ തടവി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി 1/2 പോർഷൻ കുനാഫ ഡോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു പ്രസ്സറോ ഒരു സ്റ്റീൽ ഗ്ലാസ്സോ വെച്ചിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ക്രീം ഫില്ലിങ്ങില്ലേ, അതൊരു ലെയർ ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കണം. ഇനി ബാക്കി വന്ന് കുനാഫ ഡോ കൂടി ഇതിന് മേലയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വളരെ ജെൻറ്റിലായിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടെടുക്കാം. ഒത്തിരി ഹാർഡായിട്ട് പ്രസ് ചെയ്യരുത്, ക്രീമൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ നല്ല കെയർഫുള്ളായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഞാനിത് ബേക്ക് ചെയ്യാൻ പോകുന്നത് കുക്കറിലാണ്, നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ. ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. ഡയറക്റ്റ് ഇനി നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ടും ചെയ്യാം. ഈ ഒരു സൈസിലുള്ള പാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിന്ന് കേക്ക് ടിന്നിൽ ചെയ്തത്. പിന്നെ കുറച്ച് കുനാഫ ഡോ ബാക്കി വന്നിട്ടുണ്ട്. ഇത് ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു പഴയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നൊരു കുക്കറാണ്. ഇതിലേക്ക് ഞാനൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് നമ്മുടെ കുനാഫ പ്രിപ്പയർ ചെയ്ത ആ ഒരു ടിന്നില്ലേ, കേക്ക് ടിൻ, അത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. കുക്കറിൻ്റെ വിസിൽ മാറ്റണം. അപ്പം ഇത് റെഡി ആവട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ തടവി കൊടുക്കണം. നമ്മളുടെ കുനാഫ ഒന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് പാൻ. നമ്മുടെ കുനാഫ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ചൂട് മാറി വരുമ്പോൾ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ വിടിയിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ കുനാഫ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാനിലേക്കൊന്ന് കമഴ്ത്തി ഇടാൻ പോവുകയാണ്. അപ്പോൾ ആ മേലുള്ള പോർഷൻ താഴെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിനൊന്ന് ആ ഒരു പോർഷൻ കൂടി, ആ ഒരു ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇതിനെ കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇതിനൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഇത് മെൽറ്റായിട്ട് വന്നാൽ ഇതിലേക്ക് നമുക്കൊരു 2-3 ഡ്രോപ്സ്
റോസ് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ് കേട്ടോ, ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാൻ പോവാണ്. നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു ഇച്ചിരി കൂടി ബ്രൗൺ കളർ, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാലും കുഴപ്പമില്ല, കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് എടുത്തു. പിന്നെ ബാക്കി വന്ന കുനാഫ ഡോ കൊണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് പാനിൽ ഡയറക്റ്റ് വെച്ചിട്ട് ഒരു ചെറിയൊരു കുനാഫ കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഒരു കറക്റ്റ് കളർ കേട്ടോ ഇതിൻ്റെ. അപ്പോൾ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുമ്പോൾ ആക്ച്വലി ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് കിട്ടുക. പക്ഷേ ഞാനിവിടെ കുറച്ചൊരു പിസ്താഷ്യോസ് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ പിസ്താഷ്യോസ് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇതും ഓപ്ഷണലാണ്. ഇനി നമുക്കൊരു ചെറിയൊരു ചെറി കൂടി വെച്ചിട്ട് ഇതിനെ ഒന്ന് ഭംഗിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല ചൂടോടെ കഴിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഷുഗർ സിറപ്പെങ്കിലും നല്ല ഹോട്ടായിട്ടിരിക്കണം. അപ്പോഴാണ് ഇത് കഴിക്കുമ്പോൾ ശരിയായ രുചി കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റാണ്, എന്തായാലും ഇഷ്ടമാവും. അപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.